ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫുഡീസ് ഇൻ ടൗൺ. അപ്പോൾ നമ്മുടെ ഗോവയിൽ വന്നിട്ട് ഇന്നത്തെ 3rd ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മളൊരു ടാക്സി സർവീസ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ടാക്സിയിൽ കുറച്ച് ഇവിടെ നോർത്ത് ഗോവയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന്. ഞാനിന്ന് ഒരു ഫുൾ വ്ലോഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ തലയിലൊക്കെ കണ്ടില്ലേ, ഇന്നലത്തെ വീഡിയോയിൽ കണ്ട പോലെ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നി. സാരില്ല, അങ്ങനെ. അപ്പോൾ ഞങ്ങളിതപ്പോൾ എണീറ്റ് റെഡിയായി കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ റിസോർട്ടിൽ തന്നെയാണ്, നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മളിന്നൊരു 2-3 സ്ഥലത്തേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൗത്ത് ഗോവയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സി സർവീസ് യൂസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും ഇതിലൊക്കെ കൊടുക്കാം. പിന്നെ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു ഫുഡീസ് ഇൻ ടൗൺ. ആൻഡ് നമുക്കിന്ന് നോക്കാം സൗത്ത് ഗോവയിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമ്മളൊന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എടുത്തു. പിന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നതെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ക്യാബ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഷടപടാന്ന് കഴിച്ച് ഓടിച്ചാടി കാറിൽ കയറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ സൗത്ത് ഗോവയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് ഇവിടുത്തെ ഓൾഡ് ഗോവയിലെ ഒരു ചർച്ച് കാണാനാണ് കേട്ടോ. പോർച്ചുഗീസുകാർ ബിൽഡ് ചെയ്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹിൽ ടോപ്പിൽ ഒക്കെ നിൽക്കുന്ന ഒരു ചർച്ച് കാണാനാണ് ആദ്യം പോണത്. ഇതാണ് കേട്ടോ ആ ചർച്ച്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പഞ്ചിമിലുള്ള അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് എന്നുള്ളൊരു ചർച്ചിലാണ് കേട്ടോ. ഒരു ഹിൽ ടോപ്പിലാണ് ഈ ചർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 1541 പോർച്ചുഗീസുകാരാണ് കേട്ടോ ഫസ്റ്റ് ഈ ചർച്ച് ബിൽഡ് ചെയ്തത്. എന്നിട്ട് അവർ 60s പോർച്ചുഗീസ് റിലീജിയസ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ഒന്ന് ലാർജർ വേർഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റിയെന്നാണ് പറയുന്നത്. ഈ കാണുന്ന ബെല്ല് 2nd ലാർജസ്റ്റ് ബെല്ല് ഇൻ ഗോവ എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സ്റ്റെയേഴ്സും ഒരു സിക്സാഗ് ഷേപ്പിലുള്ള സ്റ്റെയേഴ്സും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ആർക്കിടെക്ചറൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് അവിടെ ഉണ്ടായത്. നമുക്ക് അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൊണ്ടേനിയാസിലാണ് കേട്ടോ. ഇതും ഗോവയുടെ ക്യാപിറ്റലായിട്ടുള്ള പഞ്ചിമിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലേസ് പോപ്പുലർ ആവാൻ കാരണം പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ബിൽഡിങ്സും വീടുകളും അതുപോലെ ഇടുങ്ങിയ സ്ട്രീറ്റ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ. ഫുൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പെയിൻ്റ് അടിച്ച വീടുകളും ബിൽഡിങ്ങുകളും ആയിരിക്കും നമുക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമുക്ക് ആ ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് നല്ല മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇടുങ്ങിയ സ്ട്രീറ്റുകൾ, അതുപോലെ തന്നെ ആ ബിൽഡിങ്സിൻ്റെ ഒക്കെ ആർക്കിടെക്ചർ, ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ്. പിന്നെ ഓരോ ബിൽഡിങ്സിൻ്റെയും റൂഫൊക്കെ ചെയ്തിരിക്കുന്നത് ഫുള്ളി റെഡ് കളേർഡായിട്ടുള്ള ടൈൽസൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ ഇത് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഈ യൂറോപ്യൻ സിറ്റികളിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഇടുങ്ങിയ സ്ട്രീറ്റ്, ഭയങ്കര ബ്രൈറ്റ് കളേഴ്സായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ള ബിൽഡിങ്സ്, വീടുകൾ, അതുപോലെ ഈ ബാൽക്കണികളിൽ ഫുള്ള് കുറേ ചെടികളും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ ഫുള്ള് അങ്ങനെ ഒരു യൂറോപ്യൻ സിറ്റിയിലൊക്കെ എത്തിയൊരു ഫീലാണ് കേട്ടോ എനിക്കിപ്പോൾ തോന്നുന്നത് ഫുള്ള് ഇവിടുത്തെ ഇത് കാണും. ഞാൻ ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. മൊസാംബിക്കിൽ വർക്ക് ചെയ്തിരുന്ന ഗോവൻ പ്രവാസിയായിട്ടുള്ള മോസ്മിക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ഈ ഒരു സ്ഥലം എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഓരോരുത്തരും ഒരു ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റർ അവരൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു രീതിക്ക് ഈ ഒരു ഫൊണ്ടേനിയാസ് എന്നുള്ള സ്ഥലം മാറിയത് എന്നാണ് കണ്ടത് ഞാൻ. ഗോവയിലെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഇപ്പോഴും പോർച്ചുഗീസ് മെയിൻ ലാംഗ്വേജ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിന് ഭയങ്കര ഒരു വേസ്റ്റോ ഒന്നും അങ്ങനെ കാണുന്നൊന്നുമില്ല. ഫുള്ള് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് മൊത്തത്തിൽ ഇവിടെ. അതുപോലെ തന്നെ ഇവർ എല്ലാ വർഷവും ഈ ബിൽഡിങ്സും ഇവരുടെ വീടുകളൊക്കെ പെയിൻ്റ് അടിക്കും ഇത്രേ.
അതൊരു ട്രഡീഷൻ പോലെയാണ് അത്ര ഇവർ എന്താ കീപ്പ് ചെയ്ത് പോണത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകളും ബിൽഡിങ്സും കഫേകളും ഒക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചാപ്പൽ. ഇത് 1880s കേട്ടോ ബിൽഡ് ചെയ്തത്. പണ്ട് ഈ പ്ലേഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആൾക്കാർ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ രോഗമൊക്കെ ഭേദപ്പെടും. ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ എന്താ പറയുക ഇൻ്റർവെൻഷൻസ് കാരണം മാജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് അത്ര കേട്ടോ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരമായി ഇങ്ങനെ ഓരോ വഴി കൂടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് പോവുകയാണ്. നല്ല ചൂടുണ്ട്, ഏകദേശം നട്ടുച്ചയായിട്ടുണ്ട്. പക്ഷേ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെ മുന്നിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടു കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് അലൗഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ ഒന്നുമില്ല. അവരുടെ വീടാണല്ലോ അത്, അപ്പോൾ അവരുടെയും കൂടി ഒരു പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സ്ഥലത്തൊന്നും ഫോട്ടോ എടുക്കാതെ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലത്തും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലത്തൊക്കെ നിന്ന് മാത്രം ഫോട്ടോ എടുക്കുകയാണ് നമ്മളും ചെയ്തത്. നമ്മുടെ ക്യാബ് പുറത്ത് ഏതോ ഒരു റോട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഇതിനകത്ത് കൂടെ ക്യാബിൽ പോവുക, കാറിൽ പോവുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് ഇടുങ്ങിയ വഴികളല്ലേ ഇപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. പുറത്തെന്ന് വെച്ചാൽ കുറച്ച് ദൂരെ ഒരു റോഡിലെങ്ങാണ്ടോ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത്. ബൈക്കിലാണെങ്കിൽ കുഴപ്പമില്ല, ബൈക്കിലാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ കാറിൽ പോവുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക്കാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ നേരം ഇത് കൂടെ എല്ലാ റൂട്ടിൽ കൂടെയൊക്കെ നടന്ന് കുറേ നല്ല അടിപൊളി ബ്രൈറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു. കുറേ അടിപൊളി കഫേസ് കണ്ടു. അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം തിരിച്ചു പോകുക എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. കുറേ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടു കേട്ടോ ഇവിടെ വന്നിട്ട്. ഈ ഫോർട്ട് കൊച്ചി, പോണ്ടിച്ചേരി അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ഇതുപോലത്തെ നമ്മൾ ഈ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാറുണ്ടല്ലോ, അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും കാറിൽ കയറി അടുത്ത നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു കഫേയിൽ കയറിയിട്ട് കുറച്ച് എനർജി കയറ്റിയിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു, കുറച്ച് നടക്കും. അത് ഈ ചൂടത്ത് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി കുറച്ച് എനർജി കയറ്റിയായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ അതാ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ദ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേർച്ചിലേക്കാണ് കേട്ടോ. ഇതും കഴിഞ്ഞ് നെക്സ്റ്റ് സ്പോട്ടിലാണ് നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ദ ബസിലിക്ക ഓഫ് ബോം ജീസസ്. എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഇതുപോലത്തെ പേരുകളൊക്കെ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് അറിയുന്ന പോലെയാണ് ഞാനിതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല വെയിലുമായിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോഴേക്കും. അതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. ഇതേ നമ്മുടെ ബസിലിക്ക ഓഫ് ബോം ജീസസിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. 1594 അതിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവർ ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ്, വീഡിയോഗ്രാഫീസ് നോട്ട് അലൗഡ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോഴും ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഇത് പെർമിറ്റഡ് അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മോർട്ടൽ റിമൈൻസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ. അത് പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നു ടിൽ എനിക്ക് തോന്നുന്നു ഡിസംബർ വരെ എന്തോ ആയിരുന്നു പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നു, നമുക്ക് കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അവർ മാറ്റി വെച്ചിരിക്കുകയാണ്, എന്തോ കാരണങ്ങൾ കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അറിയാൻ പറ്റിയത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതും വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു പ്ലേസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു മ്യൂസിയം കാണാമെന്ന് വെച്ചിട്ട് പോയി. നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല നട്ടുച്ച സമയമായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാപ്പ് എടുക്കാനും മറന്നു. അത് കാരണം നല്ല ചൂടുണ്ട്. എന്നാലും ഇത്രയും വരെ എത്തിയിട്ട് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ ഇത്രയും ദൂരം നമ്മൾ വന്ന് നടന്ന് വെയിൽ കൊണ്ടത് വെറുതെ ആയി ഗൈസ്. മ്യൂസിയം ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കുറേ വെയിൽ കൊണ്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ഉപകാരം ഉണ്ടായില്ല. വെറുതെ നടന്നു. നമ്മളിതാ അടുത്ത നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്, അതുപോലെ നല്ല ക്ഷീണിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുറച്ച് നേരം ആ ഒരു വെയിൽ കൊണ്ട് നട്ടപ്പുരി വെയിലത്ത് നടന്നതുകൊണ്ട്.
അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് വേണം നമുക്കിനി നമ്മുടെ ലഞ്ച് കഴിക്കാൻ. അവിടെ എത്തുന്ന വരെ കുറച്ച് നേരം ഞാൻ ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ എനർജി ഒന്നും ബാക്കി ഉണ്ടാവില്ല. നല്ല തലവേദനയും തുടങ്ങിയിട്ടുണ്ട്. ഈ വെയിലത്ത് കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ട്രോപ്പിക്കൽ സ്പൈസ് പ്ലാന്റേഷനിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ട്. നമ്മൾ ഒരാൾക്ക് 500 റുപ്പീസാണ് പേ ചെയ്തത്. അതിനകത്ത് ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഈ സ്പൈസ് പ്ലാന്റേഷനിൽ നമ്മുടെ കൂടെ ഒരു ഗൈഡഡ് ടൂറും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവർ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പൂവ് നമ്മുടെ മീത്തിക്ക് എറിഞ്ഞിട്ടൊക്കെയാണ് വെൽക്കം ചെയ്യുക എന്നുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ കേട്ടോ. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ പ്ലേസിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളോട് ബുക്ക് ചെയ്ത കാറിലെ ചേട്ടനാണ് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഒരു ഹെർബൽ ടീ ആണ് കേട്ടോ തന്നത്. എന്നിട്ട് അവർ നമ്മളോട് ചോദിച്ചു നമുക്ക് ആദ്യം ലഞ്ചാണോ വേണ്ടത് അതോ ഈ സ്പൈസ് പ്ലാന്റേഷനിൽ കൂടെ ഒരു ടൂർ കഴിഞ്ഞിട്ടാണോ ലഞ്ച് വേണ്ടത്. നമ്മൾ പറഞ്ഞു എന്തായാലും വൈകി, എന്നാൽ പിന്നെ ഈ ടൂറും കൂടെ കഴിഞ്ഞ് ലഞ്ചും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോകാമല്ലോ എന്ന് ഓർത്ത് ആദ്യം ടൂർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവർ ഈ സ്പൈസ് പ്ലാന്റേഷൻ കൂടെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ അത്. അതിന് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്, അവരെല്ലാം പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. July. So it gives cardamom near to the shoot, near to the root, and each bush can give 30 to 40 grams of cardamom per year. That is the reason. But ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്പൈസസ് ഉണ്ട് കേട്ടോ അവിടെ. ഈ കാണുന്നതാണ് ഷേ ബട്ടർ. അതുപോലെ തന്നെ നമുക്ക് അവർ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് മണക്കാൻ തരികയും നമുക്ക് പൊട്ടിച്ച് തരികയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ എല്ലാത്തിനെയും പറ്റിയും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമുക്ക്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പോയ സ്ഥലത്തും ആ ഒരു ചേർച്ചിലും ഒക്കെ ഇഷ്ടംപോലെ മലയാളീസിനെ കണ്ടായിരുന്നു. നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മലയാളം അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ഇങ്ങനെ സ്പൈസസ് മാത്രമല്ല കേട്ടോ ഉള്ളത്, എല്ലാ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവർ നമുക്ക് ഈ ലഞ്ചൊക്കെ തരുന്നില്ല, ആ ലഞ്ചിനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഫുൾ ഇവരായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അത്ര കേട്ടോ. എല്ലാ കൈൻഡ് ഓഫ് സാധനങ്ങളും ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കും. ഇത് ഏകദേശം 1 hour ടൈം എടുക്കുന്ന ഒരു ടൂറാണ് കേട്ടോ. ഞാൻ കുറച്ച് മാത്രം ഇവിടെ ആഡ് ചെയ്യും. ഈ ടൂർ കഴിയാറായപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രഡീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 drops ഓഫ് ലാവൻഡർ ഓയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവർ നമ്മുടെ പുറത്തു കൂടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ നമുക്കൊന്ന് റിലാക്സ് ആവാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അതാ നമ്മൾ കാത്തിരുന്ന ടൈം എത്തിയിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഓക്കെ ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ. ഇവിടെ അതിൻ്റെ ഒരു സ്റ്റോറും ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാൻ. അപ്പോൾ നമ്മുടെ ലഞ്ചും കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോകാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ആ കാറിൽ കയറി തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഗോവയാണ്. ലാസ്റ്റ് ഡേ എന്ന് വെച്ചാൽ നമ്മൾ നാളെയാണ് തിരിച്ച് പോകുന്നത് ബാംഗ്ലൂർക്ക്. അപ്പോൾ ഏകദേശം നമ്മുടെ ഗോവയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫുഡിങ് പരിപാടികൾ മാത്രമേ ബാക്കി. ഏതെങ്കിലും ഒരു അടിപൊളി സ്ഥലത്ത് പോയി ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞിട്ടൊന്ന് സുഖമായി ഉറങ്ങണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞങ്ങളിതേ റിസോർട്ടിലെത്തി. അത് കഴിഞ്ഞ് ഫ്രഷായി ഒന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ ഡിന്നറിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എത്തിയപ്പോഴേക്കും തന്നെ വയ്യാണ്ടായിരുന്നു ഈ വെയിലത്തൊക്കെ കറങ്ങി നടന്നതിന്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഞാൻ ഓർത്തില്ല. അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോനെ പറ്റി ഓർത്തത്. നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മൾ ഡിന്നർ കഴിച്ചത്. ഒരുപാട് ദൂരമൊന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തപ്പിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിതാ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത സാധനം വന്നു കേട്ടോ. ബട്ടർ ഗാർലിക് ക്രീമി പ്രോൺസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുണ്ട് ഇത്. കൊള്ളാം കേട്ടോ, ഇത് ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രീമി ആയിട്ട് കൊള്ളാം. ഇതേ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ നമ്മുടെ സിസ്ലർ ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല പുക വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ പുക വന്ന് മൂടുകയാണ്. നമ്മൾ പറഞ്ഞത് സീ ഫുഡ് സിസ്ലറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് പോംഫ്രെറ്റ് ഫ്രൈ ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം മാവോലി ഫ്രൈ.
ഇതും അടിപൊളിയായിരുന്നു. അവർ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് ഫ്രൈസും കുറച്ച് റൈസും ഭയങ്കര ക്രിസ്പി ആവോലിയൊക്കെ ഫ്രൈ ചെയ്ത് അടിപൊളിയായിരുന്നു ഇതും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇന്ന് ഇവിടുന്ന് കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ പോയി അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ നെക്സ്റ്റ് ദിവസത്തെ കുറച്ച് ക്ലിപ്സും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോവുകയാണ് ഗൈസ്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഒരു വട്ടം കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ലഞ്ച് കഴിച്ച ഉടനെ നമ്മൾ ഇറങ്ങും കേട്ടോ ഇവിടുന്ന് എയർപോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള കലിസ്റ്റേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഭയങ്കര അടിപൊളി ആംബിയൻസും ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു പ്ലേസാണ് കേട്ടോ. അതുപോലെ തന്നെ ഫുഡും ഭയങ്കര അടിപൊളിയാണെന്ന് നമ്മൾ റിവ്യൂലൊക്കെ കണ്ടു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു സ്ഥലം, ഭയങ്കര പാട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പിസയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മളിവിടെ വന്നിട്ട് പിസയൊന്നും ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടുത്തെ പിസയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ആ ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ്, ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പിസ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നല്ല അടിപൊളി ചീസി പിസയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ് ഇവിടുന്ന്. ഇതേ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബാറ്റർ ഫ്രൈഡ് ക്രിസ്പി കലമാരി. അത് അവർ തന്ന ആ ഒരു ഡിപ്പിലും കൂടെ മുക്കി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ചൂസ് ചെയ്തതിൽ നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ഓർഡർ ചെയ്ത ഐറ്റം ബട്ടർ ഗാർലിക് ക്രീം കിങ് ഫിഷ് ആയിരുന്നു കേട്ടോ. അവർ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ 2 പീസ് ഓഫ് കിങ് ഫിഷാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ വെഡ്ജസും അതുപോലെ സോർട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ ട്രൈ ചെയ്ത ഒരു ഐറ്റം നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ അതെ നമ്മുടെ ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മളിതാ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് കേട്ടോ, നമ്മുടെ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളങ്ങനെ ഒരുപാട് കറങ്ങാനും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല, പക്ഷേ എന്നാലും എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളും ട്രൈ ചെയ്ത ഫുഡും ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.